ഹേ ഗായ്സ്, ഇന്നലെ നമ്മൾ രാത്രി ഹോസ്പിറ്റലിൽ പോയിരുന്നു. സാധാരണ മൈഗ്രെയിൻ ഉള്ളതുകൊണ്ട് സർവ്വസാധാരണമാണ് തലവേദനയും ഛർദിക്കുക. പക്ഷേ നല്ല ഇത്തിരി കൂടുതലായതുകൊണ്ട് നമ്മളൊന്ന് ഹോസ്പിറ്റലിൽ പോയി ഇഞ്ചക്ഷനൊക്കെ എടുത്തു. അതൊക്കെ കഴിഞ്ഞ് നമ്മൾ വീട്ടിൽ വരുമ്പോഴേക്കും നല്ല ലേറ്റ് ആയിട്ടുണ്ടായിരുന്നു. പിന്നെ അതൊക്കെ കഴിഞ്ഞ് നമ്മൾ കുറച്ച് നേരം ഉറങ്ങി നേറ്റ് രാവിലെ ആയപ്പോൾ നമ്മൾ കുറച്ച് നേരം ഉമ്മാർത്തൊക്കെ ഇരുന്നു. അതൊക്കെ കഴിഞ്ഞ് നമ്മൾ പയ്യെ ബ്രഷ് ചെയ്യാൻ വേണ്ടി പോയി. ബ്രഷൊക്കെ ചെയ്ത് നമ്മളൊരു ആപ്പിളൊക്കെ കഴിച്ചു. തലവേദനയ്ക്ക് നല്ലതാണെന്ന് പറയുന്നത് കേട്ടിട്ടുണ്ട്, ആപ്പിൾ വെറും വയറ്റിൽ കഴിക്കുന്നതാണ്. നമ്മളത് കഴിച്ചു. അതൊക്കെ കഴിഞ്ഞ് നമ്മളൊരു ചായ ഇടാൻ വേണ്ടി കിച്ചണിൽ കയറി. പിന്നെ നമ്മളൊരു ചായയൊക്കെ ഇട്ടു. ഇന്ന് ബ്രേക്ക്ഫാസ്റ്റിനാണെങ്കിൽ പത്തിരിയും കടലക്കറിയായിരുന്നു. നല്ല നൈസ് പത്തിരിയും കടലക്കറിയായിരുന്നു. ഇനിയിപ്പോൾ എന്തെങ്കിലും സ്കിന്നിന് വേണ്ടി ചെയ്യാമെന്ന് വിചാരിച്ചു. എൻ്റെ അച്ഛൻ ഒരു ഫോർത്ത് സ്റ്റേജിലെ വൈറ്റമിൻ സി സാർ ഉണ്ടായിരുന്നു. സംഭവം നല്ല അടിപൊളിയാണ്. അപ്പോൾ നമ്മളതൊക്കെ ഒന്ന് തേച്ചു. അത് കഴിഞ്ഞ് ഉണ്ണീനായിട്ട് ജസ്റ്റ് വീഡിയോ എടുക്കാമെന്ന് വെച്ചു. പക്ഷേ മുപ്പത്തി സമ്മതിച്ചില്ല. അവൾക്ക് അച്ഛൻ കുറച്ച് കുറുമ്പും വാശിയും കൊടുത്താണ്. അവളേതായ ഒരു ലോകത്ത് കളിക്കുകയാണ്. വാശി പിടിപ്പിക്കണ്ടെന്ന് വിചാരിച്ചിട്ട് ഞാൻ പിന്നെ അവളെ വേഗം താഴെ വെച്ചു. അവളായിട്ട് തന്നെ കളിച്ചോട്ടെ എന്ന് വിചാരിച്ച് അവളെ താഴെ വെച്ചപ്പോൾ മുഖത്ത് ഭയങ്കര ഹാപ്പിയാണ്. അതൊക്കെ കഴിഞ്ഞ് നമുക്കൊന്ന് പുറത്ത് പോകാണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ പുറത്ത് പോകാൻ വേണ്ടി വേഗം ഡ്രസ്സൊക്കെ മാറി നമ്മൾ പുറത്ത് പോയി. പക്ഷേ നല്ല മഴയൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ നല്ലൊരു മഴ കഴിഞ്ഞ് തോന്നി നിൽക്കണ നേരത്തായിരുന്നു നമ്മൾ പുറത്തേക്ക് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് പിന്നെ മഴ ഉണ്ടെങ്കിൽ പോലും അങ്ങനെ അധികം കുഴപ്പം നമുക്ക് ഉണ്ടായിരുന്നില്ല. പിന്നെ ഇന്നലെ വന്ന മൈഗ്രെയിൻ്റെ കണ്ടിന്യൂസ് ആയിട്ട് ഇനി വരണ്ടല്ലോ വെച്ചിട്ട് വേറെ ഡോക്ടറെ കാണിക്കാച്ചിട്ട് പോയിരുന്നു. അപ്പോൾ നമ്മൾ ഹോസ്പിറ്റലിൽ എത്തി. അങ്ങനെ ഡോക്ടറെ കാണിച്ച് കഴിഞ്ഞു. നമ്മൾ പിന്നെ മെഡിസിനൊക്കെ മേടിച്ച് വീണ്ടും നമ്മളെ വീട്ടിലേക്ക് വന്നു. കുറച്ചൊരു റെസ്റ്റൊക്കെ എടുത്തു. നമുക്ക് അച്ഛൻ ഒന്നുകൂടി തൃശ്ശൂർക്ക് പോകേണ്ട ആവശ്യമുണ്ടായിരുന്നു. അപ്പോഴേക്കും ഇതാ നമ്മുടെ മഴയൊക്കെ മാറി നല്ല വെയിലുത്തിച്ചു. മഴ പെയ്തുന്നേ തോന്നാത്ത രീതിയിലായിരുന്നു. ഭയങ്കര വെയിലുത്തിച്ചു. അല്ലെങ്കിൽ എന്നും മഴ പറഞ്ഞ് ലീവ് കിട്ടിക്കഴിഞ്ഞാൽ അപ്പോൾ ഒരു വെയിൽ സർവ്വസാധാരണമായിട്ട് ഉണ്ടാവാറുണ്ട്. നമ്മൾ 2-3 കളർ ലേസൊക്കെ മേടിച്ചു. അതൊക്കെ കഴിഞ്ഞ് ഇന്നച്ഛൻ കൊണ്ടി നല്ല മൂടാണ്. സാധാരണ മൂപ്പരാൾ കരയാണ് പതിവ്. ഇന്നച്ഛൻ അങ്ങനെ ഉറങ്ങണമില്ല, കരയണമില്ല. എന്താണ് കുറച്ചൊക്കെ ഹാപ്പി ചില്ലായിട്ട് ഇരിക്കുകയാണ്. വീട്ടിലെത്തി ബ്രെഡും ചിക്കനൊക്കെ കഴിച്ചു. അത് കഴിഞ്ഞ് നമ്മൾ സ്വിഗ്ഗിയിൽ ഫുഡ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. നമ്മൾ അൽഫാമാണ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത്. അൽഫാമും പിന്നെ ഒരു പൊറോട്ടയും സെപ്പറേറ്റ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. പൊറോട്ട അടിപൊളിയായിരുന്നു. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഭയങ്കര സോഫ്റ്റ്നെസ്സൊക്കെ ഉണ്ടായിരുന്നു. അൽഫാം എനിക്ക് അത്ര ഇഷ്ടപ്പെട്ടില്ല, പക്ഷേ കുഴപ്പമില്ല, ഒരു ഓക്കെ ആയിരുന്നു. നമുക്കിതാ ഡിന്നർ കഴിക്കാറായി. നമുക്കിന്ന് ഡിന്നർ അച്ചങ്ങ നല്ല പരിപ്പുകറിയും ബീഫും നല്ല കടുമാങ്ങ അച്ചാറും നല്ല കുരുമുളക് ഇട്ട് വെച്ച ബീഫായിരുന്നു. ഒക്കെ കൂടി കഴിച്ചു. നല്ല അടിപൊളിയായിരുന്നു. അത് കഴിയുമ്പോഴേക്കും നമുക്ക് രാവിലെ പുഴുങ്ങി വെച്ച കൊള്ളി ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ കൊള്ളിയും ബീഫും കഴിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ പിന്നെ നമ്മൾ കൊള്ളിയും ബീഫൊക്കെ വെച്ചു. കൊള്ളിയും ബീഫും എന്ന് പറയുമ്പോൾ പണ്ട് മുതലേ നല്ല അടിപൊളി കോമ്പിനേഷൻ ആണല്ലോ. പിന്നെ നല്ല അടിപൊളിയായിട്ട് വെന്ത കൊള്ളിയും ബീഫും എടുത്ത് കഴിക്കുമ്പോൾ നല്ലൊരു അടിപൊളി ടേസ്റ്റാണ്. ബീഫ് നല്ല എരിവുണ്ടായിരുന്നു. അതുകൊണ്ട് പിന്നെ എന്തെങ്കിലും ആ എരിവൊന്ന് കുറയ്ക്കാൻ വേണ്ടി കഴിക്കാൻ വെച്ചിട്ട് നമ്മൾ ചെറിയ അച്ചപ്പം കഴിച്ചു. എനിക്ക് അച്ഛൻ്റെ വലുതിനെക്കാട്ടും കുറച്ചുകൂടി കൂടുതൽ ഇഷ്ടം ചെറിയ അച്ചപ്പാണ്. അതാണ് എനിക്ക് കുറച്ചുകൂടി പേഴ്സണൽ ടേസ്റ്റ് തോന്നാറ് അതാണ്. അപ്പോൾ ഞാൻ അതെടുത്ത് കഴിച്ചു. അതൊക്കെ കഴിച്ചിരിക്കുമ്പോൾ എന്തായാലും ഒന്ന് പുറത്ത് പോകാമെന്ന് വിചാരിച്ചു. പുറത്ത് പോയി ഒന്ന് ചായ കുടിക്കാമെന്ന് വിചാരിച്ചു. അത് രാത്രി പുറത്ത് പോയി ചായ കുടിക്കുന്ന ഒരു പ്രത്യേക വൈബ് ആണല്ലോ. അതുകൊണ്ട് പിന്നെ നമ്മളിതാ പുറത്ത് പോയി. നമ്മൾ ഹൈവേയിലൊക്കെ പോയി ഒരു ചായ കുടിച്ചു. ചായയല്ല, നല്ല കട്ടൻ കാപ്പിയാണ് കുടിച്ച്. നല്ല ചാറ്റൽ മഴയൊക്കെ ഉള്ളതുകൊണ്ട് അതും വേറൊരു പ്രത്യേകിച്ച് നല്ല വൈബായിരുന്നു. അപ്പോഴേക്കും മഴ ചെറുതായി ചാറ് തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോ അത്രയുള്ള ഗൈസ്. ടാറ്റ ബൈ, സീ യു.